ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇന്ന് വരാൻ പോണ പാക്കും അതുപോലെ തന്നെ നമ്മുടെ പോർട്ട്വെയർ പാക്കും അതുപോലെ തന്നെ നമ്മുടെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മച്ചാമാരെ എന്തായാലും നമ്മുടെ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മച്ചാമാരെ ഓൾറെഡി ഇന്നലെ കറണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ വീഡിയോ ഉച്ചയായപ്പോഴാണ് വന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ആകെ മൊത്തം പണി. അപ്പോൾ മച്ചാമാരെ എന്തായാലും നമുക്ക് ഇന്ന് ഉറപ്പായിട്ട് ലൈവ് ഉണ്ടാവും. എന്തായാലും നമ്മൾ മെയിൻ്റെനൻസ് ലൈവ് നടത്തും. ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യും. ഒരു 11 മണി ഒരു കാലൊക്കെ ആകുമ്പോൾ എന്തായാലും 11 മണി ആകുമ്പോൾ നമ്മൾ എന്തായാലും സ്റ്റാർട്ടാക്കും. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ ആദ്യം പറയാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ടൈമിന്റെ പാക്ക്, ഈ ഒരു പാമറിന്റെ പാക്ക് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ ഇന്ന് പുതിയ സ്റ്റേഡിയം വരുന്നുണ്ട്. ഓൾറെഡി അവര് തന്നെ നമ്മുടെ ഫേസ്ബുക്കിലായാലും ട്വിറ്ററിലൊക്കെ ആയാലും ഓൾറെഡി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ 21-ാം തീയതി അതായത് 24-ാം തീയതി അവർ ഓൾറെഡി നമ്മുടെ ബൊറോഷ്യോ ഡോർട്ട്മുണ്ട് സ്റ്റേഡിയം വരും എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു സ്റ്റേഡിയം ഇഷ്ടപ്പെട്ടത് കമന്റ് ചെയ്യുക. അപ്പം ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സ്റ്റേഡിയം പോയതുകൊണ്ട് തന്നെ ഇന്ന് ആ സ്റ്റേഡിയം വരുമ്പോൾ എന്തായാലും നമുക്ക് സ്റ്റേഡിയം ഇട്ട് കളിപ്പിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒരു ചെറിയ അപ്ഡേറ്റ് എന്തായാലും കാണാണ്ടിരിക്കില്ല. കാര്യം വലിയ രീതിക്ക് അപ്ഡേറ്റ് ഉണ്ടാവില്ല. കാരണം ഓൾറെഡി നമ്മുടെ സ്റ്റേഡിയം വരുന്നതുകൊണ്ട് ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ടാവും. പിന്നെ ഓൾറെഡി മച്ചാമാരെ ഇവരിപ്പോൾ പറയുന്നത് എന്താ പറയാ, നമ്മുടെ കവർ പേജ് കഴിഞ്ഞ ദിവസം മാറിയിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പം ഓഗസ്റ്റ് ആ ഒരു മിഡ് സമയത്താണ് നല്ലൊരു കവർ പേജ് വരുന്നത്. അപ്പൊ എന്തായാലും മച്ചാമാരെ പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ പാമറിന്റെ പാക്കിന് പകരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ബെല്ലിംഗത്തിന്റെ ഒക്കെ ഒരു പാക്ക് വരുന്നുണ്ട് ഷോർട്ട് ടൈം. അതുപോലെ തന്നെ ക്ലബ് സെലക്ഷൻ വരുന്നുണ്ട്. അപ്പൊ ഉറപ്പിച്ചിട്ടുണ്ട് അത് ആ ഒരു കാർഡുകൾ എന്തായാലും വരുമെന്ന് മച്ചാമാരെ. പിന്നെ ഓൾറെഡി ഇന്ന് നിലവിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഓൾറെഡി നമ്മുടെ ഗ്ലിറ്റ്സുകൾ കഴിഞ്ഞ ദിവസം റിപ്പീറ്റഡ് ആയിട്ടുള്ള പാക്ക് വന്നിട്ടുണ്ട്. അപ്പൊ മിക്കവാറും മച്ചാമാരെ നിലവിൽ ചിലപ്പോൾ നമ്മുടെ MSN ഒക്കെ, അതായത് ഈ വർഷത്തെ ഏറ്റവും നല്ല ട്രെൻഡിങ് കാർഡുകളൊക്കെ മിക്കവാറും റിപ്പീറ്റഡ് ആയിട്ട് വരും. അത് കുറച്ച് കാർഡുകൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇംഗ്ലീഷ് ലീഗ് മിഡ്ഫീൽഡേഴ്സ്, നമ്മുടെ ബെക്കാമിന്റെ ലാംബാർഡിന്റെ ഒക്കെ ഒരു പാക്ക്, പിന്നെ നമ്മുടെ ഇനീസ്റ്റന്റെ ഫിഗോന്റെ സാവിയുടെ ഒരു സ്പാനിഷ് ലീഗ് പാക്ക്, ഈ ഒരു പാക്കും പിന്നെ MSN ഉള്ളൂ ഗൈസ്. ആ ഒരു MSN പാക്കും ഉള്ളൂ. അപ്പൊ മിക്കവാറും ചിലപ്പോൾ നല്ലൊരു ചാൻസ് ഉണ്ട് ഇന്ന് വരാനുണ്ട്. പിന്നെ മച്ചാമാരെ ഓൾറെഡി നമ്മുടെ പോർട്ട്വെയറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതേ സ്ഥിതി തന്നെയാണ്. കാരണം ഓൾറെഡി റിപ്പീറ്റഡ് ആയിട്ടുള്ള പോർട്ട്വെയറിനെ മിക്കവാറും ഇന്നും വരുള്ളൂ. അപ്പൊ ഇന്ന് ഒരു നമുക്ക് എന്താ പറയാ, നമ്മുടെ ലെജൻഡ് അസംബിൾ സ്പെഷ്യൽ എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങളാരും എടുക്കുന്നത് ജസ്റ്റ് കമന്റ് ചെയ്യാൻ പറ്റും. കെൻഡവരിയാണോ കക്കയാണോ അല്ലെങ്കിൽ എന്താ പറയുക, കുറെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഒലിവർഗാനാണോ. അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ സ്കോളേഴ്സ് ആണോ ആരെ എടുക്കുന്നത് കമന്റ് ചെയ്യാം. നമുക്ക് നോക്കിയൊക്കെ കമന്റ് സെക്ഷൻ എങ്ങനെയാണ്. അതേപോലെ തന്നെ പിന്നെ പറയാനാ വെച്ചാൽ ഓൾറെഡി അടുത്ത ആഴ്ചയാണ് നമ്മുടെ ഡെയിലി ഗെയിമൊക്കെ മാറ്റം വരിക. മിക്കവാറും ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ ടൈം ഉണ്ടാവുമായിരിക്കും മച്ചാമാരെ മിഡിലേക്ക്. അപ്പം പുതിയ കസിലിയസും അതുപോലെ തന്നെ റോബർട്ടോ കാർലോസ് ഒക്കെ ഇനി അതിൽ വരാനുണ്ട്, റൊമാരിയോ ഒക്കെ. അപ്പൊ എന്തായാലും അടുത്ത ആഴ്ച നോക്കിയാൽ മതി. അതിന് പൈസ ഉണ്ട് കേട്ടോ, അതിന് 100 കോയിൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും മാക്സിമം എടുക്കാൻ നോക്കുക. പിന്നെ മച്ചാമാരെ ഒരു സെലക്ഷൻ കോൺട്രാക്ട് നമുക്ക് ഇന്ന് കിട്ടും, ഒരു ലാപ്പിന്റെ. പോർട്ട്വേന്റെ കാര്യം പറയുകയാണെങ്കിൽ മച്ചാമാരെ തൂറാമ് കിമ്മിച്ച് ഇവരൊക്കെയാണ് ഓൾറെഡി റിപ്പീറ്റഡ് ആയിട്ടുള്ള പാക്ക് വരുന്നത്. പിന്നെ ഈ മച്ചാമാരെ ഈ ഒരു തിങ്കളാഴ്ച നമുക്ക് വാൻ പുതിയൊരു കാർഡ് ഉണ്ടല്ലോ, വാൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാർഡ് മിക്കവാറും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ പറയുന്നത് ഓൾറെഡി മച്ചാമാരെ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഇൻസ്റ്റാ പേജിലൊക്കെ ഇങ്ങനൊരു പിക്കുകൾ പല ഇതിൽ കണ്ടിട്ടുണ്ടാവും, ബാറ്റി പീറ്റർ ചെക്കിന്റെ ഒക്കെ. ഇത് ജസ്റ്റ് ഒരു ഇതാന്നാ തോന്നുന്നത്. കാരണം ഷെവൻകോന്റെ ഒക്കെ കാർഡ് വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ നമുക്ക് എന്തായാലും വേറെ അപ്ഡേറ്റ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ അതിന്റെ വീഡിയോ ഉറപ്പായിട്ടും നമുക്ക് സെറ്റ് ആക്കാം. പിന്നെ ഓൾറെഡി മച്ചാമാരെ ഇന്നലെ നമ്മളൊരു സബ്സ്ക്രൈബറോട് കമന്റ് ചോദിച്ചായിരുന്നു ഈ ലിങ്ക് അപ്ലൈന്റെ പ്രശ്നം. അപ്പൊ മച്ചാമാരെ ഇത് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല, അവർ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് മിക്കവാറും ഓഗസ്റ്റ് ആ ഒരു മിഡ് ടൈമിൽ മാത്രമേ വരുള്ളൂ. കാരണം മാനേജേഴ്സിനും ആ ഒരു പ്ലേയേഴ്സിന്റെ ഒരു കോമ്പോസിഷൻ ആണ് കാണിക്കുന്നത്. അത് വലിയ സീനൊന്നും ഉണ്ടാവില്ലായിരിക്കും. അത് ഇത് നിലവിൽ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ മച്ചാമാരെ ഇതൊക്കെ തന്നെ വീഡിയോ ഇന്ന് അധികം ആഡാക്കാനുള്ളൂ. കാരണം വലിയ രീതിയിൽ കാര്യങ്ങളായിട്ട് മാറ്റങ്ങളൊന്നുമില്ല. നമ്മുടെ സ്റ്റേഡിയാണ് ഇന്നത്തെ നല്ലൊരു അപ്ഡേറ്റ്. അപ്പം ഡാറ്റാബേസ് നിങ്ങൾക്കറിയാം, റൊണാൾഡോ ഒക്കെ അതുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കോയിൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും മച്ചാമാരെ മാച്ച് പാസ് ഒക്കെ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അവസരമായിരിക്കും എല്ലാവർക്കും. കാരണം കോയിൻ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ മച്ചാമാരെ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. നമ്മൾ 2 നേരം ലൈവ് ഉണ്ട്, 8 മണിക്ക് രാത്രി. പിന്നെ ഓൾറെഡി നമ്മുടെ മെയിൻ്റെനൻസ് ലൈവ് ഉണ്ട്. അപ്പോൾ ലൈവിലേക്ക് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.